കേരളത്തിൽ ലത്തീൻ സമുദായം നേരിടുന്നത് അവഗണന മാത്രമെന്ന് നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ സെൽവരാജൻ. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച സമുദായ സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിതാവ്. ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് 1947 മാനദണ്ഡം ഒരു ഉത്തരവിലൂടെ പരിഹരിക്കാമായിരുന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല, ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. മറ്റു സമുദായങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്ന സർക്കാർ ലത്തീൻ സമുദായത്തെ പരിഗണിക്കുന്നേ ഇല്ലെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. എല്ലാവർക്കും അറിയാം, ഒരു ഉത്തരവിലൂടെ ഗവൺമെന്റിന് ഇത് പരിഹരിക്കാമായിരുന്ന വിഷയമാണ്. പരിഹരിക്കാതെ ഇങ്ങനെ പോവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോ കാര്യം ന്യൂനപക്ഷത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ലത്തീൻ സമുദായത്തിന്റേതുമായ അവകാശം. നമ്മുടെ സമുദായ അംഗങ്ങൾ അനുഭവിച്ചു വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കണ്ടെത്തുക എന്നതാണ് സമുദായ സമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും പ്രശ്നങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിൽ തന്നെ പരിഹാരമാർഗം കണ്ടെത്തുന്നതിന് ഈ സമുദായ സമ്പർക്ക പരിപാടി ഉപകരിക്കുമെന്നും KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു. സമുദായ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനലിയർ സർട്ടിഫിക്കറ്റ്, വീട് വെക്കുന്നതിനുള്ള പെർമിറ്റും പൂർത്തിയായ ബിൽഡിംഗ് നമ്പർ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ, ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വന്യജീവി ആക്രമണങ്ങളും കൃഷിനാശവും, പോലീസ് കേസുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തുവാനാണ് സമുദായ സമ്പർക്ക പരിപാടിയിലൂടെ നാം ശ്രമിക്കുന്നതെന്ന് KLCA രൂപത പ്രസിഡന്റ് അനിൽ ജോസ് പറഞ്ഞു. KLCA സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ്, പാറശാല MLA CK ഹരീന്ദ്രൻ, KLCA രൂപത പ്രസിഡന്റ് അനിൽ ജോസ്, അൽമായ കമ്മീഷൻ ഡയറക്ടർ ഫാദർ SM അനിൽകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രതീഷ് ആന്റണി, പ്രസിഡന്റ് ബിജു ജോസി, KLCWA രൂപത പ്രസിഡന്റ് ഉഷ രാജൻ, KLCA മുൻ രൂപത പ്രസിഡന്റ് ആൽഫ്രഡ് വിൽസൺ, DCMS രൂപത പ്രസിഡന്റ് പ്രഫുല്ലദാസ്, അഗസ്റ്റ്യൻ, രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് രാജു, രാജൻ, ഫെലിക്സ് എന്നിവർ പങ്കെടുത്തു. 7 രൂപതകളിലാണ് നിലവിൽ സമുദായ സമ്പർക്ക പരിപാടി പൂർത്തിയാക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റു രൂപതകളിലും പരിപാടി പൂർത്തീകരിക്കുമെന്ന് KLCA അറിയിച്ചു.